ഹായ് ദിസ് ഇസ് സെന്നി പ്രഭാകരൻ ഫ്രം വീനസ്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വീട് ഞാൻ റിനോവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബാത്റൂംസിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം. നോർമലി എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആദ്യം വെറ്റ് ഏരിയയിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു ടെലിഫോൺ ഷവറിനെ കുറിച്ചാണ് പറയുന്നത്. ടെലിഫോൺ ഷവർ എപ്പോഴും ഒരു ആവശ്യമാണ് ഒരു ബാത്റൂമിൽ. കാരണം നമുക്ക് പലപ്പോഴും പനി ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഷവറിന് കുളിക്കുക, ദേഹം മാത്രമേ ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് നേരെ ഷവർ ചെയ്യുക, എടുത്ത് വയ്ക്കുക, തലയിൽ വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ സോപ്പും ഒക്കെ നമ്മുടെ ഈ ഗ്ലാസ് പാർട്ടീഷനിലും ചുവരിലും ഒക്കെ വീഴുമ്പോഴത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമ്മുടെ വെറ്റ് ഏരിയ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണം. അതുപോലെ ഞാൻ വെറ്റ് ഏരിയയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം എല്ലാം ഇതിൽ വീണ് വാട്ടർ മാർക്കുകൾ വീഴും നമ്മുടെ ഈ CP ഫിറ്റിങ്ങിലൊക്കെ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് അറുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിട്ട് നമ്മൾ തുടച്ച് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു അരമിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അത് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിവിടെ വെറ്റേരിയൽ വെച്ചേക്കുന്ന ഒരു ഷവർ ഡ്രെയിനാണ്. ഇത്രയും നീളമുള്ള ഷവർ ഡ്രെയിനെ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്ലോപ്പായിട്ട് വെള്ളം അതിലോട്ട് ഒഴുകി പോവുകയും ചെയ്യും. അപ്പം എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും ടവലേജ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മൾ ആറ്റിങ്ങൽ വീനസിൻ്റെ പേജ് ഫോളോ ചെയ്യുക.